ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ചെറിയൊരു മൈക്രോ ഗ്രീൻ വെച്ചിട്ടുള്ള റെസിപ്പി കാണിക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീക്കെൻഡിൽ ആദ്യം തന്നെ നൈറ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗ്രിൽ സോണിലേക്കായിരുന്നു. ഗ്രിൽ സോണിൽ നല്ല അടിപൊളി ഷവർമയാണ് കേട്ടോ ഉള്ളത്. അത് ഡിഫറെൻറ്റ് ടേസ്റ്റിൽ, അതായത് നമ്മുടെ ബീഫിൻ്റെയൊക്കെ ഷവർമ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ജ്യൂസും സൂപ്പറായിരുന്നു കേട്ടോ. അവിടെ അപ്പോൾ നൈറ്റ് പോയിട്ട് കുറച്ച് ചിൽ ഔട്ടൊക്കെ ചെയ്തു. കാരണം എല്ലാ വീക്ക് ഡേയ്സ് എന്ന് പറയുന്നത് ബിസി ആയിരിക്കും. വീട്ടിലെ വർക്കും അതുപോലെ തന്നെ സ്കൂളിലെ കാര്യങ്ങളും എല്ലാം നോക്കി ഒത്തിരി ടയേർഡാവും. അപ്പോൾ വീക്കെൻഡിൽ എന്തായാലും ഒരു ഔട്ടിങ് നിർബന്ധമാണ്. നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ് നമ്മൾ 28 വീക്സ് ടു 32 വീക്സിന് ഇടയ്ക്ക് ഉള്ള പ്രഗ്നൻസി സ്കാനാണ് കേട്ടോ. അപ്പോൾ ദുബായിൽ ഐറിസിലാണ് നമ്മൾ ചെയ്തത്. അവിടെയാണ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നമ്മളിത് ഇവിടെ തൊട്ടടുത്തുള്ള ശരവണ ഭവനിൽ വന്നിട്ട് ഫുഡ് കഴിക്കുക. ഇന്ന് കഴിക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ദോശയാണ്, ചോക്ലേറ്റ് ദോശ. അപ്പോൾ ചോക്ലേറ്റ് ദോശയും വൈറ്റ് ചട്നിയും കൂടി കൂട്ടിയിട്ടാണ് അവൾ കഴിക്കുന്നത് കേട്ടോ. ഒരു റെയർ കോമ്പിനേഷനാണ് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും നല്ല അടിപൊളി മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു. മസാല ദോശയിൽ മസാല ഭയങ്കര കുറവാണ്, ഒരു ഇച്ചിരി മസാലയുള്ളൂ. നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ വട ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി വട, നല്ല ഫിൽറ്റർ കോഫി, അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ, ആദ്യം കാണിച്ചത് നമ്മുടെ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിലും ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആകുമ്പോൾ വാട്ടർ ഒന്നും ചെയ്യണ്ടല്ലോ, നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടിട്ട് ഞാനൊരു ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട് ഈ വട്ടം ഹാങ് ചെയ്യാനായിട്ട്. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കാർപ്പറ്റ് പോലത്തെ എന്താ പറയുക ചവിട്ടിയാണിത് കേട്ടോ, മാറ്റാണത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൂസൊക്കെ ആണെങ്കിലും നിലത്തിരുന്നിട്ട് ഈ ഒരു ടൈൽസിലിരുന്നിട്ട് ഇങ്ങനെ പടം വരയ്ക്കലും ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ തണുക്കാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ലുലുവിൽ ഞാൻ കണ്ട ഒരു നല്ല കുടയായിരുന്നു. 9 ദിർഹംസ് ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു ഭയങ്കര ഹോട്ടായിട്ടുള്ള വെതറിൽ ഒരു 2-3 മിനിറ്റ്സ് ഔട്ട്സൈഡ് നിൽക്കണമെങ്കിൽ ഒരു കുട അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു പ്ലാസ്റ്റിക് ഫ്ലവറാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ, പിങ്ക്. സോ ഞാൻ ഈ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്ലവേഴ്സ് വാങ്ങി, അതിൻ്റെ കൂടെ ഒരു പോട്ടും വാങ്ങിച്ചു. 2 ദിർഹംസേ ഉള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫിക്സ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. പേപ്പർ സാധാരണ പേപ്പർ എടുത്തിട്ട് ചുരുട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ സൂപ്പറായിട്ട് ഇതേപോലെ നേരെ നിർത്താൻ പറ്റും. ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ ക്ലേ ഒക്കെ വാങ്ങുന്ന സമയത്ത് ക്ലേ നന്നായിട്ട് ഭംഗിയായിട്ട് ഗ്രീൻ കളറിലുള്ള ക്ലേയോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള ക്ലേയോ മഡോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയൊക്കെ ഷേപ്പിൽ വച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇത് കണ്ടോ, നല്ലൊരു പാത്രമല്ലേ, നല്ലൊരു പ്ലേറ്റ്, നല്ല ഗോൾഡൻ കളറിൽ. അപ്പോൾ ഇതും ഞാൻ വാങ്ങിച്ചു. കുറേ അധികം സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് സോണിൽ നിന്നാണ് വാങ്ങിച്ചത്. കുറച്ച് സാധനങ്ങളൊക്കെ ലുലുവിൽ നിന്നുമാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ മൈക്രോവേവ് ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവൻ സേഫ് ആയിട്ടുള്ള ബൗൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബൗൾസും ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഗിഫ്റ്റ് സോണിൽ നിന്ന് തന്നെ വാങ്ങാറ്. കാരണം അവിടെ ഭയങ്കര ക്യാഷിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. ഈ മാളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെ കിട്ടുക കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ട്രേ 3 ദിർഹം ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ ഇത് ഞാൻ ഷാർജ ഗിഫ്റ്റ് സോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ട്രേസ് ഞാൻ വാങ്ങിക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലമാര, അതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനായിട്ട് പാടാണ്, ഡ്രസ്സൊക്കെ എസ്പെഷ്യലി. അപ്പോൾ ഇന്നൂസൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പുറത്തേക്ക് ചാടും. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. പിന്നെ ഒരു വലിയ ക്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വലിയൊരു പീസാണ്. സൈഡിലിങ്ങനെ ഒരു മെറ്റാലിക് കളേഴ്സിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭിത്തിയിൽ വയ്ക്കുമ്പോൾ കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് നല്ല രസമാണ് കാണാൻ, അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ നമ്മുടെ സ്റ്റോറേജ് ബോക്സ് വീക്ക്ലി മീൽ പ്ലാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീവ്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ നന്നാക്കിയിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് പ്ലാസ്റ്റിക് ബാഗ്സിലാണ് ഞാൻ എടുത്ത് വയ്ക്കാറ്. കൂടുതലും സിപ്പ് ലോക്കോ അല്ലെങ്കിൽ നോർമൽ ക്യാരി ബാഗ്സിൻ്റെ പോലത്തെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിൽ വെക്കാറുണ്ട്. പക്ഷേ അതിലും ഒന്നുകൂടി സേഫാണ് ഇതിൽ വെക്കുന്നത്. ഇത് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഇതുപോലത്തെ എന്താ പറയുക പാക്സ് ആണ്. സോ അത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ മേശയുടെ വിരിയാണിത്, ടേബിൾ മാറ്റ്.
അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ കളർ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അതും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മേശവരി മാറ്റി കൊടുക്കുകയാണെങ്കിൽ തന്നെ വീടിൻ്റെ മൊത്തം ലുക്കൊക്കെ ഒന്ന് മാറുമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. 2 കളറിങ് ബുക്സാണ്. കളറിങ് ബുക്സ് അല്ല, ഡ്രോയിങ് ബുക്സാണ് ആക്ച്വലി. ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അതിൻ്റെ അകത്ത് പെൻസിൽസും റബ്ബറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതും ഓരോ സെറ്റ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറേ നാളായിട്ട് തപ്പി നടന്നതാണ്. ആസ് എ സ്കൂൾ ടീച്ചർ ഇത് അത്യാവശ്യമാണ്. ഈ ഒരു സംഭവം നമുക്ക് പേപ്പർ കറക്റ്റായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന സ്ലൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിൽ പേപ്പർ വയ്ക്കുക, എന്നിട്ട് ഈ സ്ലൈഡ് വെച്ചിട്ടിങ്ങനെ വലിക്കുന്ന സമയത്ത് കട്ടാവും. ഇത് ടീച്ചേഴ്സിന് മാത്രമല്ല കേട്ടോ, എല്ലാ സ്റ്റുഡൻസിൻ്റെയും മദേഴ്സിന്, പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ക്രാഫ്റ്റ് ചെയ്യണമെങ്കിലും നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതും നല്ല റേറ്റ് കുറവിൽ തന്നെ ഞാൻ ഗിഫ്റ്റ് സോണിൽ കണ്ടതുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ 2 കോയിൻ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഇന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കോയിൻ ബോക്സ് പൊട്ടിക്കും. അപ്പോൾ ഈ വട്ടത്തെ ബർത്ത്ഡേ ഈ മാസം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 കോയിൻ ബോക്സാണ് ഈ വട്ടം വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് ഇന്നൂസിന് വേണ്ടിയിട്ട് കോയിൻ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ചെറുത് വാങ്ങിച്ചിട്ടുണ്ട്. പുതിയൊരു ബേബി വരുമല്ലോ, 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ബേബി വരാണ്. അപ്പോൾ ആ ബേബിയുടെ ബർത്ത്ഡേ ഒക്കെ ആവുന്ന സമയത്തേക്ക് നമ്മൾ കോയിൻ ഇട്ട് സൂക്ഷിക്കും. ഇന്നൂസിന് ഇത് പണ്ട് തൊട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 2 വയസ്സായപ്പോൾ തൊട്ട് ഇന്നു ഇതിൽ കോയിൻ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു സമ്പാദ്യ ശീലമൊക്കെ വളർത്താം. അവൾ അതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങാറുണ്ട്. അപ്പോൾ ഈ വട്ടത്തെ ബർത്ത്ഡേക്ക് ഒരു സൈക്കിളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗോൾഡ് റിംഗ് ആണെങ്കിലും ഒക്കെ വാങ്ങാനായിട്ട് പറ്റി ഇത് പൊട്ടിച്ചിട്ട്. അപ്പോൾ അതൊരു സന്തോഷമാണ്, ഇത് പൊട്ടിക്കുക, കൗണ്ട് ചെയ്യുക, അതുകൊണ്ട് വാങ്ങുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇന്നൂസ് ഇത് ഇവിടെ കുറച്ച് ബാൻഡേജ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഗിഫ്റ്റ് സോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ലതാണോ ചോദിച്ചാൽ എനിക്കറിയില്ല എത്രത്തോളം നല്ലതാണ്. ആനിമൽ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇന്നൂന് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അവർക്ക് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. 25 ദിറംസാണ് ഒരു പാക്കറ്റിന് വരുന്നത്. കുറച്ച് ബാൻഡേജസേ ഉണ്ടാവുള്ളൂ അതിൽ. പക്ഷേ അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അവളുടെ ടോയ്സിലൊക്കെയാണ് ഒട്ടിച്ച് കൊടുക്കുക കളിക്കുന്ന സമയത്ത്. അപ്പോൾ വെറുതെ വേസ്റ്റ് ഓഫ് മണിയാണ്. സോ ഈ ടൈം ഇങ്ങനത്തെ വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ ശരിക്കുള്ള നല്ല വൂണ്ടൊക്കെ വരുവാണെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബാൻഡേജസ് ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സെപ്പറേറ്റ്ലി എടുത്ത് വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവൾ ചോദിക്കുന്ന സമയത്തൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ചെറിയ എന്തെങ്കിലും വൂണ്ടുണ്ടെങ്കിൽ പോലും അവളിത് ഒട്ടിച്ചുകൊണ്ട് പോവും, ഈ ഒരു ആനിമൽസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഒരു മേക്കപ്പ് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് പൗഡറൊക്കെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ. അത് മേക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ ഈ വട്ടം ഉണ്ട്. കൂടുതൽ സാധനങ്ങളും എന്താ പറയുക, കിച്ചണിലേക്ക് അങ്ങനെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് എന്ന് മാത്രം. അതുകൊണ്ടിട്ടാണ് കാണിച്ചത്. ഇത് നെയിൽ ഫൈലറാണ്. സോ ഇതിൻ്റെ അകത്ത് 2 പാർട്ടുണ്ട്. ഒരെണ്ണം നല്ല റഫായിട്ടുള്ളത്, പിന്നെ ഒരെണ്ണം പോളിഷ് ചെയ്യാനുള്ളത്. ഇത് കണ്ടോ, ഞാൻ ആ ഒരു ട്രേ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഈ കക്കയുടെ ബനിയൻസും എല്ലാം ഇതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ മൈക്രോ ഗ്രീൻസ് വളർത്തിയതാണ്. നമ്മുടെ ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്ടി എടുത്തു. ചട്ടിയിലേക്ക് എന്താ പറയുക, നമ്മുടെ ടോയ്ലറ്റ് ടിഷ്യൂസ് ഉണ്ടല്ലോ, സാധാരണ ടിഷ്യൂ പേപ്പർ, അത് വെച്ച് കൊടുത്തു. എന്നിട്ട് വെള്ളമൊഴിച്ചു, സീഡിട്ട് കൊടുത്തു. അങ്ങനെ 4 ദിവസം വെള്ളം ഒഴിച്ചപ്പോഴേക്കും ഇത് ഇത്ര വലുതായിട്ടുണ്ട്. ഞാൻ ആ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ കിച്ചണിൽ തന്നെയായിട്ട് അത് വെച്ചിരുന്നത്. 4 ഡേയ്സിൽ നമുക്ക് ഇത്ര അധികം കിട്ടും കേട്ടോ. വളരെയധികം ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, ഒത്തിരി അധികം വൈറ്റമിൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. വളരെ എളുപ്പമാണ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. റൂട്ട് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വാഷ് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡസ്റ്റിലോ ഒന്നിലും വയ്ക്കാത്തത് കൊണ്ടിട്ട് അത്രയും സേഫാണ്. ബട്ട് ഈവൻ ദോ നമ്മളിന്ന് വാഷ് ചെയ്യുന്നുണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ. ഇത് നമുക്ക് മുട്ട പൊരിക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തോരനുണ്ടാക്കുമ്പോഴോ കറി ഉണ്ടാക്കുമ്പോഴോ അതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് വെറുതെയും കഴിക്കാം കേട്ടോ, സാലഡിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് വെറുതെ കഴിക്കുവാണെങ്കിൽ ചെറിയൊരു ചെറുപയറിൻ്റെ
ചെറിയൊരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. കണ്ടോ, ഇങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ടിഷ്യൂ പേപ്പറായിട്ട് കിട്ടിക്കോളും. നമ്മുടെ ചട്ടി പോവുകയില്ല, അത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം. അത്രയ്ക്ക് ഈസിയാണ് നമ്മുടെ ഈ ഒരു കൾട്ടിവേഷനും മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈവൻ വർക്കിംഗ് വിമൻസിനാണെങ്കിൽ തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക് ദിസ് കൈൻഡ് ഓഫ്. സോ ജസ്റ്റ് ട്രൈ ഇറ്റ്, ഓക്കെ. അപ്പോൾ ഞാനത് വാഷ് ചെയ്ത് എല്ലാം എടുത്ത് ഇവിടെ വച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കണം ഇത് വെച്ചിട്ട് നല്ലൊരു പരിപ്പ് കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് നമ്മുടെ ഈ ഒരു മൈക്രോ ഗ്രീൻസിൻ്റെ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതർ നമുക്ക് ഇപ്പോൾ ഇടാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് തക്കാളി ഒരെണ്ണം പഴുത്തത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഒരു 3-4 വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ട്. കറി ലീവ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ടേസ്റ്റ് മേക്കറായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആവശ്യമുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒരല്പം ചേർത്ത് കൊടുത്തു. മഞ്ഞ കളറിൽ നമുക്ക് കറി വേണ്ടേ, അതിന് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ് നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറി ഉണ്ടാക്കാനായിട്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ 4 വിസിലൊക്കെ ഞാൻ വേവിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഒരല്പം തേങ്ങ എടുക്കുക. ഒത്തിരി തേങ്ങയാവരുത് കേട്ടോ, പരിപ്പിൻ്റെ ടേസ്റ്റ് തന്നെ മുന്നിൽ നിൽക്കണം. തേങ്ങ ഒരല്പം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടി, പെരിഞ്ചീരകമല്ല നല്ല ജീരകം, അതും കൂടി ചേർത്ത് അരച്ചിട്ട് വെന്ത് വന്നിട്ടുള്ള നമ്മുടെ ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തു. എനിക്ക് പരിപ്പ് നല്ല ഉടയുന്ന ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് പരിപ്പ് നന്നായിട്ട് ഉടച്ചിട്ട് ഞാൻ വച്ചേക്കുന്നത്. കണ്ടോ, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നമ്മുടെ തേങ്ങ ഒരു മിക്സ്. അപ്പോഴേക്കും നമുക്ക് കറി അങ്ങനെ എടുത്ത് മാറ്റാം. അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചോറാണ്. നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ തീർന്നത് കൊണ്ടിട്ട് സാധാരണ ചോറും മട്ടൻ റോസ്റ്റും അതുപോലെ ഈ പരിപ്പ് കറിയും പപ്പടവുമാണ് ഇന്നത്തെ വിഭവം എന്ന് പറയണത്. കൂടാതെ ഒന്ന് വിശപ്പ് തൽക്കാലം മാറ്റാനായിട്ട് ഞാനിവിടെ ചെറിയൊരു സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു വീക്കെൻഡ്. നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.